ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച ജഡ്ജ് AM ബഷീറിന് പാലഭിഷേകം ചെയ്യുന്നതിനായി ഇവിടെ രാഹുൽ ഈശ്വർ എത്തുന്ന സമയത്ത് ആ കട്ടൗട്ടും അതിന് കരുതി വെച്ചിരുന്ന പാലും ഒക്കെ പോലീസ് എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് അത് വേറൊരു തരത്തിൽ ഒരു സ്പർദ്ധ ചെലുത്തുമെന്നാണ് പോലീസ് നൽകിയിട്ടുള്ള വിവരം. നേരത്തെ ഇവിടെ ഇത്തരത്തിൽ ഈ കട്ടൗട്ട് വെക്കുന്നതും പാലൊഴിക്കുന്നതും അല്ലെങ്കിൽ പാലഭിഷേകം നടത്തുന്നതായിട്ടുള്ള വിവരം പോലീസിനെ അറിയിച്ചു. പോലീസിനെ ഇന്നലെ തന്നെ അറിയിച്ചു. അവരിന്ന് രാവിലെ നോട്ടീസും തന്നു. ഇതിന്റെ കൗതുകം എന്താ അറിയാമോ? മരിച്ചുപോയ ഷാരോണെതിരെ വിദ്വേഷ പരാമർശം നടത്തുന്ന ജസ്റ്റിസ് കമാൽ പാഷ പുരോഗമനവാദിയും മരിച്ച ഷാരോണെ സ്മരിക്കാൻ ഇവിടെ കൂടി കോടതിയുടെ വിധി ശരിയാന്ന് പറയുന്ന ഞങ്ങൾ വിദ്വേഷവാദികളുമാണ്. എന്ത് കൗതുകമാണല്ലേ! ഒന്ന് ആലോചിച്ച് നോക്കുക. കോടതി വിധി ശരിയാണെന്നും കോടതി വിധിയുടെ ഭാഗമായി ജഡ്ജ് ബഷീർ പറഞ്ഞ കാര്യം മഹത്തരമാണെന്നും അദ്ദേഹത്തെ അംഗീകരിക്കണമെന്നും പറഞ്ഞാണ് വളരെ ഇന്നോവേറ്റീവായ ജഡ്ജിക്ക് പാലഭിഷേകം എന്ന് പറയുന്ന കാര്യം ചെയ്തത്. പോലീസുകാരത് സമ്മതിക്കുന്നില്ല. കട്ടൗട്ട് എടുത്തുകൊണ്ട് പോണു, പാലെടുത്തുകൊണ്ട് പോണു. എന്നാൽ കമാൽ പാഷ സാർ ഇന്നലെ നിന്ന് പറയണു, ഗ്രീഷ്മ ഗത്യന്തരമില്ലാതെ പുള്ളിയെ കൊന്നതാണ്. ഗ്രീഷ്മ പഠിക്കുന്ന റാങ്കുള്ള കുട്ടിയാണ്. അവസാനം ഗതിയൊന്നുമില്ലാതെ അവസാനം ഗ്രീഷ്മ പുള്ളിയെ കൊല്ലേണ്ടി വന്നതാണ്. എന്തൊരു കഷ്ടമാണ്. നമ്മളൊക്കെ മരിച്ച് വീണാലെങ്കിലും നമ്മളെ ഇരയാണെന്ന് പറഞ്ഞൂടെ? അതായത് ഇപ്പോഴും കമാൽ പാഷ സാർ അടക്കമുള്ള പല ആൾക്കാരും പറയുന്നത് ഗ്രീഷ്മ ഇരയും ഷാരൻ വേട്ടക്കാരനാണെന്നുമാണ്. രാഹുൽ ഈശ്വറല്ല, TV-യിൽ അദ്ദേഹം പറഞ്ഞത് ചില വീഡിയോസ് അവന്റെ കയ്യിൽ ഉണ്ടാകും, അവൻ ഭീഷണിപ്പെടുത്തി കാണും. ഇതൊന്നുമില്ലെന്ന് കോടതി വിധിയുണ്ട്. അതായത് ഒരു കോടതി പോലീസ് അന്വേഷിച്ച് കണ്ടെത്തി വിധിന്യായത്തിന്റെ ഭാഗമായി അങ്ങനെ വീഡിയോസിന്റെ കാര്യം പരാമർശിക്കുന്നില്ല. മരണക്കിടക്കയിലും ഗ്രീഷ്മയെ സ്നേഹിച്ചു എന്നാണ് കോടതി പറയുന്നത്. ആ മരണക്കിടക്കയിലും ഗ്രീഷ്മയെ സ്നേഹിച്ച ഷാരോണെ വിദ്വേഷം പറഞ്ഞാൽ അത് പുരോഗമനം. ആ ഷാരോണെ സ്മരിക്കാൻ കോടതി വിധി ശരിയാണെന്ന് പറയാൻ ഒരു പരിപാടി നടത്തിയിട്ട് ആ പരിപാടിയിൽ പോലീസ് തടഞ്ഞെടുത്തോണ്ട് പോകുന്നതിന് എന്ത് ന്യായമാണ്? ഇതുകൊണ്ടാണ് ഒരു പുരുഷ കമ്മീഷൻ വേണ്ടത്. ഇത് പുരുഷ കമ്മീഷന്റെ ഒരു ഡ്രാഫ്റ്റാണ്. നമ്മുടെ MLA എൽദോസിനെയാണ് അത് സമർപ്പിച്ചിരിക്കുന്നത്. ഓൾറെഡി കോടതിയുണ്ട്, മനുഷ്യാവകാശ കമ്മീഷനുണ്ട്, എന്നിട്ടും വനിതാ കമ്മീഷനില്ലേ? എന്തുകൊണ്ടാണ് അത് വേണം? വനിതാ കമ്മീഷൻ അത്യാവശ്യമാണ്. വനിതാക്കളുടെ പ്രത്യേക കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാനൊരു സ്ഥലം, അതേപോലെ പുരുഷന്മാരുടെ പ്രത്യേക വിഷയങ്ങളും പ്രശ്നങ്ങളും അഡ്രസ്സ് ചെയ്യാനുള്ളൊരു സ്ഥലം. അതാണ് അതിൻ്റെ അഭ്യർത്ഥന. അതിന് പിന്തുണ നൽകണം. ഒരു റിക്വസ്റ്റും കൂടെ, നിങ്ങളെല്ലാം നിങ്ങളുടെ ചാനലുകളിൽ വോട്ടിടണം. ജനാധിപത്യ രീതിയാണല്ലോ. നിങ്ങളെല്ലാം ചാനലിൽ പുരുഷ കമ്മീഷൻ വേണോ വേണ്ടയോ? തീർച്ചയായിട്ടും ഇവരുടെ പ്രശ്നങ്ങൾ പോയി പറയാനും അതിനൊരു പരിഹാരം കണ്ടെത്താനും ഒരു ഇടം വേണം. അതിനു വേണ്ടിയിട്ട് പുരുഷ കമ്മീഷൻ ഒരു സ്വകാര്യ ബില്ലായിട്ട് സഭയിൽ കൊണ്ടുവരണമെന്നാണ് ആവശ്യം.